ഒരു മൊബൈലിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു മൂവി പ്രൊജക്ടർ. അതാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല കളറുണ്ട്. അത്തരത്തിലുള്ള ഇഗേറ്റ് എന്ന കമ്പനിയുടെ K9 Pro എന്ന് പറയുന്ന ഒരു മൂവി പ്രൊജക്ടറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നിങ്ങളിൽ പല ആളുകളും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വില കുറഞ്ഞ മൂവി പ്രൊജക്ടർ സെർച്ച് ചെയ്ത് അതൊരെണ്ണം വാങ്ങിക്കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് വളരെ തെളിച്ചം കുറവായിരിക്കും അത്തരത്തിലുള്ള ആ ഒരു മൂവി പ്രൊജക്ടറിന്. എന്നാൽ ഇത് അത്തരത്തിലുള്ളതല്ല. ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 700 ആൻസി ലൂമൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൂമൻസ് അല്ല, ആൻസി ലൂമൻസിലാണ് അളവ് പറഞ്ഞിരിക്കുന്നത്, 700 ആൻസി ലൂമൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മികച്ച ഒരു പ്രൊജക്ടർ, വില കുറഞ്ഞതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. പക്ഷേ ഇതൊരു ബേസിക് ലെവലിലുള്ള ഒരു മൂവി പ്രൊജക്ടറാണ്. ഇവരുടെ തന്നെ അഡ്വാൻസ് ലെവലുള്ള മൂവി പ്രൊജക്ടറുകളുണ്ട്. ഞാൻ കുറേ അധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. പ്രൊജക്ടർ എന്ന പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിരവധി പ്രൊജക്ടറുകളെ കുറിച്ച് കാണാനും സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഒന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഈ ഒരു ബോക്സിൽ ഇതുപോലെ ഭംഗിയായും സേഫായിട്ടും പാക്ക് ചെയ്താണ് പ്രൊജക്ടർ നമുക്ക് ലഭിക്കുന്നത്. രണ്ട് രീതിയിലുള്ള പാക്കേജുകൾ നമുക്ക് ഇതിൽ കാണാം. ഇതിൽ ഒരു പാക്കേജിൽ ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള അഡാപ്റ്ററും റിമോട്ടും HDMI കേബിളും വാറണ്ടി സപ്പോർട്ടിനുള്ള QR കോഡും കാണാം. മറ്റൊരു പാക്കേജിൽ യൂസർ മാനുവലും ഉണ്ട്, പ്രൊജക്ടറും ഉണ്ട്. ഭൂരിഭാഗവും വെളുത്ത നിറവും ബാക്കി കറുത്ത നിറവുമാണ് ഇതിന്റെ ബോഡിക്ക്. ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ഷൻ ലെൻസും ഗേറ്റിന്റെ ബ്രാൻഡിങ്ങും കാണാം. മുകൾ ഭാഗത്തായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനും കീസ്റ്റോൺ കറക്റ്റ് ചെയ്യാനുള്ള റോട്ടറി കൺട്രോളറും പിന്നെ ടച്ച് സ്വിച്ചുകൾ അടങ്ങിയ കൺട്രോൾ പാനലും കാണാം. ഒരു സൈഡിലായിട്ട് ഓഡിയോ ഔട്ട്, AV ഇൻ, SD കാർഡ് സ്ലോട്ട്, പിന്നെ 2 HDMI പോർട്ട്, USB പോർട്ട് എന്നിവ കാണാം. പുറകു സൈഡിൽ ഇതുപോലെ ഒരു ഭാഗത്ത് മൂന്നാമത്തെ HDMI പോർട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇത് HDMI മെയിലാണ്. അതുപോലെ തന്നെ ഒരു മൈക്രോ USB കേബിളും ഇവിടെ കാണാം. ഡിവൈസുകൾ ചാർജ് ചെയ്യാനുള്ള USB ആണിത്. കൂടാതെ സൈഡിൽ സ്പീക്കറുകളുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. റൂമിൽ വെളിച്ചമുള്ളപ്പോഴുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത്. ഇതുപോലെ 4 ഐക്കൺസ് മാത്രമേ നമുക്കിവിടെ കാണാനാകൂ. കാരണം ഇത് ആൻഡ്രോയിഡ് പ്രൊജക്ടറോ മറ്റ് ആപ്പുകൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല. HDMI അല്ലെങ്കിൽ AV ഇൻപുട്ട് വഴി സിഗ്നലുകൾ നൽകിയോ USB സ്റ്റോറേജിലെ ഫയലുകൾ ഓപ്പൺ ആക്കിയോ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ആൻഡ്രോയിഡ് TV ബോക്സ് HDMI ഇൻപുട്ട് വഴി സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വില കുറഞ്ഞതാണെങ്കിലും ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയിലോ ബ്രൈറ്റ്നസ്സിലോ മറ്റ് എന്തെങ്കിലും ഡീറ്റെയിലിങ്ങിലോ കുറവൊന്നുമില്ല എന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എടുത്താൽ ഇതുപോലെ വളരെ കുറച്ച് സെറ്റിങ്സ് നമുക്കിവിടെയും കാണാനാവും. പിക്ചർ എന്നതിൽ നമുക്ക് ആദ്യം കാണുന്നത് പിക്ചർ മോഡാണ്. വിവിധ പ്രീസെറ്റുകൾ നമുക്കിവിടെ കാണാം. അതല്ലെങ്കിൽ യൂസർ എന്നത് സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് പിക്ചറിൻ്റെ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, കളറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓഡിയോ സെറ്റിങ്സ് എടുത്താൽ നമുക്കിവിടെ സൗണ്ട് മോഡ് എന്നതിൽ ഇതുപോലെ വിവിധ പ്രീസെറ്റുകളുണ്ട്. സ്റ്റാൻഡേർഡ്, മ്യൂസിക്, മൂവി, സ്പോർട്സ് എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രീസെറ്റുകൾ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ യൂസർ എന്നത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബേസും ട്രബിളും ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്ഷൻ എന്തെങ്കിലും നമുക്ക് ബ്ലൂടൂത്ത് കാണാം. ബ്ലൂടൂത്ത് സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഹോം തിയേറ്ററുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്ലൂടൂത്ത് സ്പീക്കറുകളായിട്ട് ഇത് പെയർ ചെയ്തിട്ട് നമുക്ക് വലിയ രീതിയിൽ ശബ്ദം ആസ്വദിക്കാനാവും. ഇനി ഇതിലുള്ള മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ മോഡാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ടർ വച്ചിരിക്കുന്നത് അത് സീലിങ്ങിലാണോ അല്ലെങ്കിൽ ടേബിളിലാണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ തലയിരിക്കാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ സാധിക്കും. പിന്നെ ഒന്ന് നമുക്ക് പ്രൊജക്ഷൻ സൂം ലഭ്യമാണ്. മറ്റൊന്ന് നമുക്കിവിടെ സൂം സൗകര്യം ലഭ്യമാണ്. നമ്മൾ വച്ചിരിക്കുന്ന സ്ക്രീനിൽ ഒതുങ്ങുന്ന രീതിയിൽ ആ ഒരു ദൃശ്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഈ ഒരു പ്രൊജക്ടറിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു 700 ആൻസി ലൂമൻസ് ആണെന്ന്. നമ്മളൊരു പ്രൊജക്ടർ വാങ്ങുമ്പോൾ എപ്പോഴും ബ്രൈറ്റ്നസ് നോക്കേണ്ടത് ലൂമൻസ് എന്ന അളവിലല്ല, ആൻസി ലൂമൻസ് ആണ്. അതാണ് കൃത്യമായിട്ടുള്ള അളവ്. അപ്പോൾ 700 ആൻസി ലൂമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെയാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ HD റെസൊല്യൂഷനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേറ്റീവ് റെസൊല്യൂഷൻ ഫുൾ HD ആണ്. 30,000 മണിക്കൂർ ലാമ്പ് ലൈഫാണ് കമ്പനി ഇതിന് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. 30,000 മണിക്കൂർ എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈം ഉണ്ട് അല്ലേ. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ടറാണിത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയേണ്ടത്, ഇതൊരു ബേസിക് ലെവൽ പ്രൊജക്ടറാണ്. അത് നമ്മൾ ചില പ്രൊജക്ടറുകൾ ഞാൻ പരിചയപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലൊക്കെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ അതൊന്നും പറ്റില്ല. നമ്മുടെ കയ്യിലൊരു ആമസോണിൻ്റെ ഫയർ സ്റ്റിക്കോ അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സുകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആൻഡ്രോയിഡ് TV ബോക്സുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ HDMI ഔട്ട്പുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു 250 ഇഞ്ച് വരെ വലിപ്പത്തിൽ നല്ല രീതിയിൽ നമുക്ക് വിഷ്വലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊജക്ടറാണിത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കൊടുത്ത് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ തന്നെ പല രീതിയിലുള്ള പ്രൊജക്ടറുകളുണ്ട്. നമ്മൾ ഇനിയും വീഡിയോ ചെയ്യാനുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വേറെയും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സാധാരണക്കാരൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇനി വരുന്നതൊക്കെ വില കൂടിയ പ്രൊജക്ടറുകളാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു പ്രൊജക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും വില കുറഞ്ഞതായതുകൊണ്ടും ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ടും. ഇതിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ എക്സലോ PPT ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് മ്യൂസിക്, മൂവി, ഫോട്ടോ ഈ 3 മീഡിയയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്.
അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.